അടുത്ത 50 മണിക്കൂർ ഞാൻ ഉറങ്ങാണ്ട് സർവൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. എല്ലാവർക്കും അറിയുന്നതാണ് ഉറക്കം നമ്മളെ ഹെൽത്തിന് എത്ര ഇമ്പോർട്ടന്റ് ആണ്. ഒരാൾക്ക് കറക്റ്റ് amount of sleep കിട്ടിയിട്ടില്ലെങ്കിൽ it will cause some crazy consequences, and the main one among them is hallucination. Usually for me, when I'm 55 hours of being awake, a scary hallucinogenic state, it takes your biggest fears and you start to see them all over your body. You see it everywhere. എനിക്കൊന്നും പറ്റൂല എന്ന് വിചാരിക്കാം. So before starting guys, there are 2 rules. Rule number 1, no sleeping. No കണ്ണുപൊട്ടിയിരുന്ന് ആലോചിക്കൽ, no കണ്ണുപൊട്ടിയിരുന്ന് പാട്ട് കേൾക്കൽ, no nothing. Always eyes open. Rule number 2 ഞാൻ പിന്നെ പറഞ്ഞുതരാം. Now it's 10 PM guys and ഞാൻ ഇന്ന് രാവിലെ 10 മണിക്ക് എണീച്ചാണ്. So it's already 12 hours since I'm awake. എനിക്ക് ചെറുങ്ങനെ ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. So അതിനു മുമ്പേ let's go and grab a coffee. ഞാൻ ഒറ്റയ്ക്കുള്ള ആരുമില്ല. കാപ്പി എടുക്കാൻ പോയപ്പോൾ അവിടെ 150 ആൾക്കാർ. ഇവരും ചെയ്യുന്നുണ്ട് 50 hour no sleep challenge. കുറെ കടികൾ എന്നെ നോക്കി ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും ഒരു കാപ്പി മാത്രം കുടിച്ചിട്ട് ഞാനിങ്ങ് വന്നു. കാപ്പി ഒരു രക്ഷയില്ല, കിടിലം പോലത്തെ സാധനം. ചെറുങ്ങനെ വന്നോണ്ടിരുന്ന എന്റെ കുഞ്ഞു ഉറക്കം അങ്ങ് പോയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനു മുന്നേ 24 hours ചാലഞ്ച് എല്ലാം ചെയ്ത സമയത്ത് യൂസ് ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു മിസ്റ്ററി സ്പിൻ ദ വീല്. നമ്മൾ അതിനെ തിരിച്ചു കൊണ്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഈ വീലിൽ കുറച്ച് റാൻഡം ആക്ടിവിറ്റീസ് ഉണ്ട് അടുത്ത 50 മണിക്കൂറിൽ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ റൂൾ നമ്പർ 2 ഈസ് ഓരോ 5 മണിക്കൂർ കൂടുമ്പോഴും ഞാൻ ഈ വീല് സ്പിൻ ചെയ്യണം. അതിലെന്താണോ പറയുന്നത് അത് ചെയ്യണം. സോ ഇപ്പൊ എന്തായാലും സമയമായിട്ടില്ല, 5 മണിക്കൂർ കഴിയായിട്ട് ഐ കം ബാക്ക് ആൻഡ് വീൽ സ്പിൻ ദ വീൽ. എന്താ വീല് തരാൻ നമുക്ക് അന്നേരം നോക്കാം. It's currently 1:30 guys. It's dead silence. ഇന്നത്തെ ഈ ഒരു നൈറ്റ് നമുക്ക് ഈസി ആയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്, കാരണം ഇറ്റ്സ് UCL നൈറ്റ്. ഞാൻ സാധാരണ UCL സമയത്ത് ഇതേപോലെ കളി കാണാൻ വേണ്ടിട്ട് ഉറങ്ങാണ്ടിരിക്കലുണ്ട്. സോ ഒരു 3 മണി വരെ എന്തായാലും വലിയ ഉറക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈസി ആയിട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പണി മൊത്തത്തിൽ പാളി. ഞാൻ പോയിട്ട് TV ഓണാക്കി നോക്കി. അന്നേരമാണ് TV വർക്ക് ചെയ്യാത്ത കാര്യം തന്നെ ഞാൻ അറിഞ്ഞത്. ഞാനാണെങ്കിൽ സോണി ലിവിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുമില്ല. സോ UCL കണ്ട് ഇന്നത്തെ നൈറ്റ് തള്ളി നിർക്കാന്നുള്ള നമ്മളെ പ്ലാൻ കംപ്ലീറ്റ്ലി പൊളിഞ്ഞ്. ഇനി നേരം വെളുപ്പിക്കാൻ വേറെന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കണം. UCL കാണാൻ പറ്റൂല എന്നല്ലേ ഉള്ളൂ. കാണാൻ പറ്റൂലെങ്കിൽ കാണണ്ട, ഞാൻ കളിച്ചോളാം. ഞാനപ്പോ തന്നെ ഫിഫ എടുത്ത് ചെൽസിനെ ചൂസ് ചെയ്ത് ചാമ്പ്യൻസ് ലീഗിലുള്ള എല്ലാത്തിനെയും പൊട്ടിച്ച് പാമറിന്റെ 4-5 കോൾഡ് സെലിബ്രേഷൻ ഇട്ട് ആ UCL അങ്ങ് പൊന്തിച്ച്. ആഹാ 1000+ ഓറ. സോ നമ്മളങ്ങനെ 17 മണിക്കൂർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ടൈം ഫോർ ദ ഫസ്റ്റ് വീൽ സ്പിൻ. നമ്മളങ്ങനെ വീൽ സ്പിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. നോക്കാം ഏത് ഓപ്ഷനാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നതെന്ന്. And it is going to be workout. സത്യം പറയാലോ, ഗോ ഫോർ റണ്ണാറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ തൂറിപ്പോയേനെ. 3 മണിക്ക് എണീച്ച് ഓടാമെന്ന് എന്നെ കൊണ്ട് പറ്റില്ല. ബട്ട് ദിസ് വർക്ക്ഔട്ട് ഐ തിങ്ക് വി ക്യാൻ വർക്ക് വിത്ത് ദാറ്റ്. 3 മണിയാണ്, അതുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കാണ്ട് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. ഞാനൊരു 3-4 സെറ്റ് പുഷപ്പും സിറ്റപ്പും പിന്നെ ലേശം കാലിസ്റ്റനിക്സ് വർക്കൊക്കെയാണ് ചെയ്തത്. സാധാരണ ഞാൻ ഇതൊന്നുമല്ല. പിന്നെ അതെല്ലാം കാണിച്ചിട്ട് നിങ്ങൾ വെറുതെ പേടിപ്പിക്കണ്ടെന്ന് വെച്ച് നമ്മളെ വർക്കൗട്ട് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. വലിയ മാരക വർക്കൗട്ട് ഒന്നും അല്ല ഗൈസ്. അല്ല, ജീവിതത്തിൽ ഇന്നേ വരെ 3 മണിക്ക് എണീച്ചിട്ടൊന്നും ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചെയ്യാനും പോകുന്നില്ല. ഞാൻ ഡേവിഡ് ഗോഗിൻസ് ഒന്നും അല്ല ഗൈസ്. ഈ ഒരു നൈറ്റ് എങ്ങനെയെങ്കിലും നമ്മൾ സർവൈവ് ചെയ്യണം ഗൈസ്. രാവിലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല. എൻ്റെ 2 ബ്രെയിൻ സെൽസ് വിചാരിക്കും ഓക്കെ രാവിലെ ആയി, സൂര്യൻ വന്ന് ഇനി ഉറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. സോ എങ്ങനെയെങ്കിലും നമുക്കൊരു 2-3 മണിക്കൂർ കടന്നു കിട്ടണം. അതിനെന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കിടന്നാൽ ഉറങ്ങിപ്പോകുന്ന എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് കുറച്ചു നേരം കൂടെ ഗെയിം കളിച്ച് ലേശം യൂട്യൂബ് കണ്ട് കുറച്ച് വീഡിയോസ് അങ്ങ് എഡിറ്റ് ചെയ്ത് അങ്ങനെ നേരം വെളുപ്പിച്ചു. It's 8 AM and now it's time to spin the wheel guys. നല്ല ഉറക്കം വരുന്നുണ്ട്. ഈ വീൽ എന്താണോ കിട്ടുന്നത് എന്തായാലും നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. കുറച്ച് മേലൊന്നും നനങ്ങാനുണ്ട്. വെറുതെ കുറെ നേരം ആടെ ഇരുന്നിട്ടില്ലേ, കണ്ണെല്ലാം ശരിക്കും ഹെവിയാണ്. We are in for our second spin and let's see what we are gonna get guys, and it is going to be go for a run. ഒന്നും നോക്കില്ല, വണ്ടി എടുത്ത് നേരെ വിട്ട് സ്റ്റേഡിയത്തിലേക്ക്. സോ ഗൈസ് ഞാൻ അങ്ങനെ സ്റ്റേഡിയത്തിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഓടാൻ വേണ്ടിയിട്ട് ഒറ്റ മനുഷ്യനില്ല. കാരണം ആൾക്കാർക്കെല്ലാം ബോധമുണ്ട്, ഓരാരും 8 മണിക്കൊന്നും എണീച്ചിട്ട് ഓടാൻ വേണ്ടി വരില്ല. ഓരെല്ലാം 6 മണിക്കെല്ലാം വരുന്ന ടീംസാണ്. ഞാനൊരു 1.5-2 കിലോമീറ്റർ ഓടാനാണ് ഉദ്ദേശിക്കുന്നത്. ആരും ഇല്ലാത്ത എന്തായാലും നന്നായി ലെറ്റ്സ് ഗോ. പക്ഷെ എന്തായാലും ഈ ഒരു വെയിൽ കൊള്ളുന്നില്ലേ, അത്യാവശ്യം നല്ലൊരു എനർജി തരുന്നുണ്ട് കേട്ടോ. ചൂടെല്ലാം അടിക്കുമ്പോൾ ഉറക്കെല്ലാം ഇടയ്ക്കല്ലോ പോകുന്നുണ്ട്. അധികം ഡയലോഗ് അടിക്കണ്ട. ലെറ്റ്സ് സ്റ്റാർട്ട് റണ്ണിങ്. ഹിയർ സ്റ്റാർട്ട്സ് ആർ 2 കിലോമീറ്റർ റൺ. 5 റൗണ്ട് ഓടണം ഗൈസ്. 5 rounds to go. ഒന്നാമത്തെ റൗണ്ട് മാത്രമായിട്ടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് പുതിയ ഷോർട്സ് എല്ലാം കാണിച്ചത് ഗൈസ്. യൂട്യൂബിൽ ഇതൊന്നും ആരും കാണിച്ചതില്ല. POV ഷോർട്ട് ഓഫ് റണ്ണിങ് 2K. എൻ്റെ മോനെ, ഞാൻ ഇത് ഈസി ആയിരിക്കും എന്തിനോട് വിചാരിച്ചു. ദിസ് ഈസ് ഫ്രീക്കിൻ ടഫ് മാൻ. ലാസ്റ്റ് സ്റ്റെപ്പ് ഛർദ്ദിക്കാലം വന്നേ. ഓൾറെഡി ഉറക്കൊന്നുമില്ലാത്തതാണ്. അതിൻ്റെ കൂടെ ഈ ഓട്ടം കൂടി ആയപ്പോൾ ബ്ലാക്ക് ഔട്ട് ആവും. എനിക്ക് നിനക്ക്
ബ്ലാക്ക് ഔട്ട് ആവുന്ന എനിക്ക് നല്ല പേടിയുണ്ട്. അത് മാത്രമല്ല ഞാൻ ഈ 2K ഓടാൻ വേണ്ടിയിട്ട് 5 കിലോമീറ്റർ ബൈക്ക് പിടിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. സോ തിരിച്ചു പോക്കെല്ലാം കണക്ക് തന്നെ. ബട്ട് വീട്ടിലേക്ക് പോകണം, നല്ലോണം വിശക്കുന്നുണ്ട്. വി ഹാവ് ടു ഈറ്റ് സംതിങ് ഗൈസ്. ആ സ്പിൻ്റെ വീലിലാണ് നമുക്ക് ഷവർ എന്നുള്ള ഓപ്ഷൻ ഉള്ളത്. അത് വരാത്തതുകൊണ്ട് നമുക്ക് കുളിക്കാൻ പറ്റില്ല. മുഖമെല്ലാം കഴുകി ഞാൻ ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. എൻ്റെ അമ്മ, രാത്രി ഉറങ്ങാണ്ടിരുന്ന ഇത്ര വിശപ്പുണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഉള്ള ചപ്പാത്തി മൊത്തം ഞാൻ തിന്ന് നിർത്താടെ ഇരുന്നിട്ട്. സമയം ഇപ്പോൾ 10 മണി. It's been 24 hours, boys. We have survived 1 day of no sleep. But next 26 hours survive ചെയ്യാൻ ഇതേപോലെ ഈസി ആയിരിക്കില്ല. It's going to be really tough. We need a new strategy. Number 1, always move more. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണെങ്കിലും 2 പുഷപ്പ് എടുക്കുന്നതാണെങ്കിലും I have to keep my body moving. വെറുതെ ഇരിക്കാനേ പാടില്ല. And number 2, always do something. വീഡിയോ എഡിറ്റ് ചെയ്യുക, വീഡിയോ എടുക്കുക, സിനിമ കാണുക, തംബ്നെയിൽ ഉണ്ടാക്കുക, I don't care. ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ചത്താൽ എവിടെയും പോയിട്ട് തല ചാരി വെക്കരുത്. ഞാൻ അങ്ങനെ ചാരി വെച്ചാൽ അപ്പുറമൊന്ന് 100% ഷുവർ ആണ്, ദെൻ വി വിൽ ഫെയിൽ. സോ വി കാണ്ട് അഫോർഡ് ടു ഡു ദാറ്റ്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ടഫ് 26 hours അഹെഡ് ബോയ്സ്. പക്ഷെ നമ്മൾ ഈ ഒരു പുതിയ സ്ട്രാറ്റജി എല്ലാം നമ്മൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ ഐ ആം ഷുവർ വി ക്യാൻ സർവൈവ് ടുഡേ. പിന്നെ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് പുഷ്പണ്ണനുണ്ട്. പുഷ്പ 2 ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചേന്. അതങ്ങ് പറഞ്ഞാൽ അതിന് വെറുതെ ഇമാരി സ്റ്റൈൽ ഡയലോഗ് ഒന്നും അടിക്കേണ്ട കാര്യമില്ല. ഐനോ പുതിയ സ്ട്രാറ്റജിയിലും പ്ലാൻ ആക്കി അത് കറക്റ്റ് ആയിട്ട് തന്നെ ഞാൻ ഫോളോ ചെയ്ത് ഞാൻ കുത്തിയിരുന്ന് വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഷോർട്സ് ക്രിയേറ്റ് ചെയ്ത് തംബ്നെയിൽസ് ഉണ്ടാക്കി കുറെ നേരം ഫോണിൽ തോണ്ടി വെറുതെ ഇരുന്നിട്ടേ ഇല്ല. ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കുറേ സമയമുണ്ട്, എനിക്ക് കുറേ പണി ചെയ്ത് തീർക്കാന്നല്ലാണ് ഞാൻ വിചാരിച്ചത്. കുറച്ച് ചെയ്ത് പക്ഷെ ഇനി എനിക്കൊന്നും നടക്കില്ല ഗൈസ്. ഐ എം കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്. രാവിലത്തെ ഓട്ടം കൂടി ആയപ്പോൾ തീരെ പറ്റുന്നില്ല. ഒന്നാമതേ ഉറങ്ങിയിട്ടില്ല, അതിൻ്റെ മേലെ കൂടെ ഏതെങ്കിലും ബുദ്ധിയുള്ള മനുഷ്യൻ ഓടോ. വീല് സ്പിന്നേറ്റ് കിട്ടിയതാണ് ഗൈസ്, നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. നമ്മൾ 27 മണിക്കൂറായി ഗൈസ് ഉറങ്ങിയിട്ട്. ആ ഒരു 27 മണിക്കൂറിൽ 26.5 മണിക്കൂർ നമ്മൾ സ്ക്രീനിന്റെ മുന്നിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് അതിന്റെ നല്ല തലവേദനയുണ്ട്. ബട്ട് വി ഹാവ് എ ലോങ് വേ ടു ഗോ ഗൈസ്. ഇറ്റ്സ് സ്പിൻ ദ വീൽ ടൈം. എനിക്ക് ശരിക്കും ആ ഒരു കോൾഡ് ഷവർ കിട്ടണമെന്നുണ്ട് ഗൈസ്. ഇപ്പോൾ ലെറ്റ്സ് സീ, പ്ലീസ് ഗിവ് മീ കോൾഡ് ഷവർ, പ്ലീസ് 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 പ്ലീസ്. ഫ്രണ്ട് ഡിസൈഡ്സ്. ഇനി ഓനെന്താ പറയുള്ളി, നമുക്ക് ജെർസനോട് ചോദിക്കാൻ വിളിക്കാൻ പറ്റില്ല, ഓനിപ്പോൾ ക്ലാസ്സിനാണുള്ളത്. സോ ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട്, എടാ ഞാൻ 50 hour നോ സ്ലീപ്പിൻ്റെ ആ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ അതിൽ ചലഞ്ചായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഫ്രണ്ട് പറയുന്നത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ പറയുന്നത് അത് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറ. ഓക്കെ, ആ കോൾഡ് ഷവർ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇനി ഇവനെന്തോളി പറയാ. പുറത്ത് പോയിട്ട് നല്ലോണം ഫുഡ് കഴിക്കുക, ഫുള്ള് ചിക്കൻ ബിരിയാണി 2 ലൈമും കുടിക്കുക. ഓൻ പറഞ്ഞ പോലെ ഞാൻ വണ്ടി എടുത്ത് നേരെ ഒരു ഹോട്ടലിലേക്ക് വിട്ട് ഒരു ബിരിയാണി ഓർഡർ ചെയ്ത്. പക്ഷെ 2 ലൈമൊന്നും കുടിക്കാനുള്ള കപ്പാസിറ്റി എൻ്റെ വയറിന് അന്നേരം ഉണ്ടായില്ല. സോ അതുകൊണ്ട് അടുത്ത ഒറ്റ ബിരിയാണി 2 ഗ്ലാസ് വെള്ളവും ഞാൻ കുടിച്ച്. ഇത് കണ്ട ഗൈസ്, ഈ ഒരു ദിവസം ഞാൻ ഒരിക്കലും വരുമെന്ന് വിചാരിച്ചില്ല. ബിരിയാണി ഒരു താല്പര്യമില്ലാണ്ട് തിന്നുന്നത് ഞാൻ. ഐ കാൺട്ട് ബിലീവ് ദിസ്. വാട്ട് ഹാസ് ദിസ് ചാലഞ്ച് ഡൺ ടു മീ? ബിരിയാണി കഴിച്ചത് വല്ലാത്ത പണിയായി പോയി ഗൈസ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഏകദേശം തീരുമാനമായതായിരുന്നു. അതിൻ്റെ ഇടക്ക് വയറും കൂടെ ഫുള്ളായപ്പം തീരെ പറ്റാത്ത അവസ്ഥയായി. ഓൻ നമ്മളെ തോപ്പിക്കണ്ടിട്ട് തന്നെയാണ് ഗൈസ്. ഈ ചാലഞ്ച് ഞാൻ കംപ്ലീറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓൻ അങ്ങനെ ചെയ്തത്. പക്ഷെ ഒന്നും കാണാണ്ട് ഞാനത് ചെയ്യൂലല്ലോ. ഇതിലെന്താ ഇത്ര വലിയ കാര്യമുള്ളതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഹേ ഗൂഗിൾ, വാട്ട് ഡസ് ചോക്ലേറ്റ്സ് ഡു? ഹേ ഗൂഗിൾ, okay Google, what does chocolate do? The പൊന്നമ്മച്ചി. Eating chocolate before bed can cause sleeplessness because it contains caffeine and theobromine, which can increase heart rate and make you feel more alert. ഡാർക്ക് ചോക്ലേറ്റ് എന്നെല്ലാം പറയുന്നുണ്ട്. ഇതിപ്പം ബ്രൗൺ ചോക്ലേറ്റ് ആണ്. എനിക്ക് എന്തായാലും കുഴപ്പമില്ല, ഞാൻ റേസിസ്റ്റ് ഒന്നുമല്ല, തൽക്കാലം ഇതെല്ലാം മതി. സോ അടുത്ത കുറച്ച് മണിക്കൂറത്തേക്ക് പിടിച്ചേക്കാൻ വേണ്ടിയിട്ട് ഈ സിൽക്ക് എന്നെ സഹായിക്കുന്നതായിരിക്കും. ലെറ്റ്സ് ഈറ്റ് ഇറ്റ് ആൻഡ് ഡു സംതിങ്. എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഈ സിൽക്ക് നിന്നിട്ടൊന്നും കാര്യമില്ല. ഒന്നും ചെയ്യാനുള്ള എനർജി ഇല്ല. സോ ഞാൻ സിൽക്ക് നിന്ന് അവിടെ കമ്പ്യൂട്ടർ മുമ്പിൽ യൂട്യൂബും കണ്ട് വെറുതെ നല്ല ഉറക്ക് വരുന്നുണ്ടായിരുന്നു. ഐ ഡോണ്ട് തിങ്ക് ദ സിൽക്ക് വാസ് ഹെൽപ്പിംഗ്. ഇനി എടുത്ത് തന്നെ ഞാൻ ഉറങ്ങിപ്പോകുന്ന എനിക്ക് തോന്നിയുണ്ട്. വൈകുന്നേരമായപ്പോൾ ഞാൻ ജെർസനെ പിടിച്ച് ഒരു കാപ്പി കുടിക്കാൻ വേണ്ടി കടൽപ്പാലത്തേക്ക് പോയി. സോ ഗൈസ്, നമ്മളങ്ങനെ ഒന്ന് കാപ്പി കുടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. എനിക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ടായ നേരത്തെ വണ്ടി ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ജെർസനെ കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഇപ്പോൾ കുറേ കഴിഞ്ഞ് ഇനി എത്ര മണിക്കൂർ ബാക്കിയുണ്ടെന്ന് തന്നെ എനിക്ക് മറന്നുപോയി. നമ്മൾ 2ാമത്തെ ദിവസം അങ്ങനെ എൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഇനി രാത്രിയാണ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ടഫ് നൈറ്റ് ഗൈസ്. പക്ഷേ അതും കൂടെ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ 50 hours വിത്തൗട്ട് സ്ലീപ്പ് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. സത്യം പറയുകയാണെങ്കിൽ രാത്രിയാകുമ്പോൾ എനിക്ക് പേടിയുണ്ട് അബൌട്ട് ദി ഹാലൂസിനേഷൻ. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ പേടിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുവരെ അങ്ങനെ വലിയൊരു കുഴപ്പമില്ല. ഭയങ്കരമായിട്ട് എനിക്ക് ബോധം പോകുന്ന പോലത്തെ സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട്
ഐ എം ഓക്കെ. പക്ഷേ ഒരു 45-50 അവറിൻ്റെ അടുത്തുമ്പോഴത്തേക്കും എന്താവും സിറ്റുവേഷൻ എന്ന് എനിക്കറിയില്ല. അതും പാതിരാത്രിയാണ്. എന്തെങ്കിലും ചെറിയ സൗണ്ട് കേട്ടാൽ തന്നെ നമ്മളെ മനസ്സിന് ശക്തിയില്ലെങ്കിൽ ഫുള്ള് പണി വളഞ്ഞായിരിക്കും. ബട്ട് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഗൈസ്. ഇപ്പം നമുക്ക് എന്തായാലും തൽക്കാലം ഈ കാപ്പി കുടിക്കുക ആൻഡ് ലെറ്റ്സ് എൻജോയ് ദ ഫൈനൽ സൺസെറ്റ് ഓഫ് ആ വീഡിയോ. സോ ഗൈസ്, നമ്മൾ അടുത്ത വീല് സ്പിൻ ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഇപ്പോഴെങ്കിൽ ആ ഒരു കോൾഡ് ഷവർ കിട്ടിയാൽ മൈ ഐ റിയലി നീഡ് ദാറ്റ് മാൻ. ഹാൻഡ് സ്റ്റാൻഡ് ഇത് വലിയ ടാസ്ക് ഇല്ല ഗൈസ്, എന്നാലും കോൾഡ് ഷവറിന് നമുക്ക് വേണ്ട കേട്ടോ. വീല് സ്പിൻ ചെയ്തെങ്കിലും ഞാൻ അപ്പം തന്നെ വീട്ടിലേക്കൊന്നും പോയില്ല ഗൈസ്. കുറേ നേരം അവിടെ ഇന്ന് സമയം കളഞ്ഞ് അങ്ങനെ രാത്രി ആയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയി ഫസ്റ്റ് തന്നെ ഹാൻഡ് സ്റ്റാൻഡ് ഒക്കെ ചെയ്ത്. ഇത് ഞാൻ ദിവസവും ജയിലുള്ളതാണ്, അതുകൊണ്ട് വലിയ ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇറ്റ്സ് 8 PM ബോയ്സ്. നമ്മൾ അങ്ങനെ സക്സസ്ഫുള്ളി എത്രയോ മണിക്കൂർ ഇവിടെ കളിക്കാൻ മറന്നുപോയി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഉറക്കം അങ്ങനെ വരുന്നില്ലെങ്കിലും കണ്ണിന് നല്ല ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ഐ എം കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്. ഇനി ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ വി ഹാവ് എ ലോങ് വേ ടു ഗോ. ഇതുവരെ നമ്മൾ എങ്ങനെയാണോ സർവൈവ് ചെയ്തത് അതിൻ്റെ ഡബിൾ എഫേർട്ട് ഇടേണ്ടി വരും ഇനി ബാക്കിയുള്ള മണിക്കൂർ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എനിക്ക് ഒറ്റയ്ക്ക് പറ്റും തോന്നില്ല ഗൈസ്. ഐ തിങ്ക് ഇറ്റ്സ് ടൈം ബോയ്സ്, ഇറ്റ്സ് ടൈം ടു കോൾ പുഷ്പണ്ണനെ വിളിച്ചത് എന്തായാലും നന്നായി. ഇടക്കിടക്ക് എന്റെ കണ്ണ് പൂട്ടി പോകുന്നുണ്ടായിരുന്നെങ്കിലും ഇടിയും പുകയും ഒച്ചപ്പാടായതുകൊണ്ട് പുഷ്പണ്ണൻ നമ്മളെ ഉറങ്ങാൻ വിട്ടിട്ടില്ല ഗൈസ്. നമ്മളെ പുഷ്പണ്ണനെ കണ്ട് ഞാൻ വീല് കറക്കുന്ന സമയം മറന്നുപോയി. സോ നീ ഇപ്പൊ വീലൊന്നും കറക്കണ്ടെന്ന് തോന്നില്ല. വീല് കറങ്ങിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്കിപ്പോൾ എന്തായാലും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, പാതിരാത്രിയാണ്. പക്ഷെ വീല് കറക്കിയില്ലെങ്കിലും വി സ്റ്റിൽ ഹാവ് എത്ര മണിക്കൂറുണ്ട് ബാക്കി? എത്രയോ മണിക്കൂറുണ്ട് ഇന്ന് യൂസ് ചെയ്യലുണ്ട് ഗൈസ്. ഞാനത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന്. സോ ഇന്നത് നമുക്ക് കാണാം, പക്ഷെ അത് തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. അതുവരെ എന്തെങ്കിലും ചെയ്യണം ഗൈസ്, ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോകും ഗൈസ്. സോ ഐ വെൽക്കം യു ഓൾ ടു ദ മാർച്ച് കോൺസേർട്ട്. പാൽ പോലെ 16 എനക്കൊരു ഗേൾ ഫ്രണ്ട് വേണം. എന്റെ മോളായിരുന്നു മെഴ്സി, എന്റെ ഭാര്യയായിരുന്നു മെഴ്സി, എന്റെ അമ്മയായിരുന്നു മെഴ്സി. എനിക്ക് മെഴ്സിയെ കൊല്ലാൻ കഴിയില്ല സാർ. ഐ ഡോണ്ട് നോ വൈ ഐ ഡിഡ് ദാറ്റ്. ദാറ്റ് വാസ് ക്രിഞ്ച് ആസ്. അത് കഴിഞ്ഞ് ഞാൻ UCL കണ്ട്. പക്ഷെ എൻ്റെ മോനെ എങ്ങനെയാണ് ഞാനത് കാണുന്നതെന്ന് എനിക്കറിയില്ല, എന്താണ് കളിയിൽ നടന്നതെന്നും എനിക്കറിയില്ല. എൻ്റെ കണ്ണെല്ലാം അടഞ്ഞടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഐ വാസ് റിയലി സ്ട്രഗ്ലിംഗ് അറ്റ് ദിസ് പോയിന്റ്. ബട്ട് സ്റ്റിൽ ഐ മാനേജ് ടു ഫിനിഷ് വിതൗട്ട് സ്ലീപ്പിംഗ്. കളിയെല്ലാം കഴിഞ്ഞ് എങ്ങനെയാണ് ഇത്ര ഉറങ്ങാണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും മിറക്കളാണ്. എന്നാലുണ്ട് ഇവിടെ ഒരു സാധനമുള്ള പോലെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ സർവൈവ് ചെയ്തിട്ടുണ്ട്. 4, 5, 6, 7, 8, 9, 10, 11, 12 ഒരു 9 മണിക്കൂർ ബാക്കിയുണ്ട് ഗൈസ്. ഉറക്കം വരുന്നല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ബട്ട് ഐ എം റിയലി സ്കെയർഡ് ഓഫ് ദാറ്റ് ഹാലൂസിനേഷൻ. നമ്മളിപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ചെറിയൊരു പേടിയുണ്ട് ഗൈസ് എന്തായാലും. പക്ഷെ മഹാദേവൻ പറഞ്ഞത് നമ്മൾ ഓർക്കണം ഗൈസ്, മനസ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. ഒരാളെ കുത്താൻ വന്നാലും ആ കുത്താൻ വന്ന എന്തെങ്കിലും ചെയ്യണേ എനിക്കറിയില്ല ഗൈസ്. 9 മണിക്കൂർ എന്നെ കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വർത്താനം പറയുമ്പോൾ തന്നെ കേട്ടാ ഒരു സുഖം കിട്ടുന്നുണ്ടല്ലോ ആ കണ്ണുപൊട്ടിക്കുന്നത്. വെള്ളടിച്ച ആളെ പോലെ എന്തെല്ലോ പറഞ്ഞിട്ട് പോക്കിരിയിൽ പ്രകാശ് രാജ് കളിക്കുന്ന പോലെ കുറേ കോപ്രായി ഞാൻ അവിടെ കാട്ടിക്കൂട്ടി ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്, വി ഹാവ് സർവൈവ്ഡ് ദ നൈറ്റ്. രാവിലെ കഴിക്കാം, പക്ഷെ നമുക്ക് 50 hours കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് മണിക്കൂറൂടെ ബാക്കിയുണ്ട്. ഇനി എന്തായാലും തോറ്റെടുക്കാൻ എനിക്ക് തയ്യാറല്ല ഗൈസ്. ഇനി ഇത്ര വരെ എത്തിയിട്ട് ലാസ്റ്റായിട്ട് തോറ്റെടുക്കാൻ. പക്ഷെ ആ ലാസ്റ്റ് മണിക്കൂർ ഭയങ്കര പാടായിരിക്കും തോന്നുന്നു. കാരണം ഇതൊക്കെ വർത്താനം പറയുമ്പോൾ എൻ്റെ കണ്ണൊക്കെ കൂട്ടി പോകുന്നത്. വി ഹാവ് ടു ഡു സംതിങ് അബൌട്ട് ദാറ്റ്. മീശ മാധവല് ജഗതി കണ്ണിൽ പുള്ളി കുത്തിയിരിക്കുന്ന പോലെ നമ്മൾ അങ്ങനെ കുത്തിയിരിക്കേണ്ടില്ലായിരിക്കും. ഞാൻ വെറുതെ അങ്ങനെയൊന്നും പറയാനില്ല ഗൈസ്, ഞാൻ പറഞ്ഞാൽ അത് പാലിക്കും. ഈ സാധനം വർക്കിംഗ് ആകട്ടെ. ഞാൻ വിചാരിച്ചു ഇതെല്ലാം വെറുതെ സിനിമയിലും കാർട്ടൂണെല്ലാം വെറുതെ കാണിക്കുന്നതാണ്. കണ്ണ് കൂട്ടാണ്ടിരിക്കലാണ് നമ്മൾ ഉദ്ദേശിച്ചെങ്കിൽ ഐ തിങ്ക് ദിസ് വിൽ ഡെഫിനറ്റ്ലി ഡു ദ ജോബ്. പക്ഷേ ഇത് ചെറുങ്ങനെ വേദനെടുക്കാൻ തുടങ്ങുന്നുണ്ട് ഇപ്പോൾ. സോ നമുക്കിനി ആകെ ബാക്കിയുള്ള വഴി എന്ന് പറയുന്നത് അതാ പോയി സാധനം പോയി. വി ഹാവ് ടു ടേക്ക് ദാറ്റ് കോൾഡ് ഷവർ. വീല് പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു 50 മണിക്കൂർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് ഒരു കുളി അങ്ങ് കുളിച്ച്. ആൻഡ് ദാറ്റ് വാസ് സോ റിഫ്രഷിങ്. സോ ഗൈസ്, ഞാൻ ഒരു കോൾഡ് ഷവർ എല്ലാം കഴിഞ്ഞ് സത്യം പറയാലോ അതെടുത്തിട്ട് വലിയ ഉപകാരം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഉറക്കം പോയിട്ടുണ്ട്, പക്ഷേ കണ്ണെല്ലാം ഭയങ്കര ഹെവിയാണ് ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നില്ല ഈ ഉറങ്ങാണ്ട് ഈ ഒരു കണ്ണിൻ്റെ ഹെവിനെസ് എല്ലാം മാറുന്നത്. എനിക്ക് ചെയ്യാനൊന്നുമില്ല ഗൈസ്. വാട്ട് ആം ഐ സപ്പോസ് ടു ഡു? എന്ത് ചെയ്യാൻ? പോയിട്ട് ഫോണിൽ തോണ്ടിയിരിക്കും, അത്ര തന്നെ. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ ഡിഡ്. കുറേ നേരം ഫോണിൽ തോണ്ടിന്ന്, കുറേ നേരം യൂട്യൂബ് കണ്ട്, എങ്ങനെയൊക്കെയോ കുറച്ച് സമയം അങ്ങ് കളഞ്ഞ് ഗൈസ്. I hope it's focusing. It's 12 AM guys. Finally we have made it guys. 50 hours of no freaking sleep. പോയാ ഗൈസ്,
എനിക്ക് നിങ്ങളോട് കള്ളത്തരം പറയാമെന്നില്ല. ഐ എം ഗോയിങ് ടു ബി ഓണസ്റ്റ്. ഈ ഒരു 50 ഹവേഴ്സിൽ ഞാൻ ഷുവറായിട്ടും ഇടക്കിടക്ക് കണ്ടുകൂട്ടി പോയിട്ടുണ്ട്. ആൻഡ് ഐ ഹോപ്പ് ഞാൻ എഡിറ്റിൽ അതെല്ലാം കാണിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ഡെഡ് പ്രോമിസ് ഐ ഹാവൻ സ്ലെപ്റ്റ് ദീസ് 50 ഹവേഴ്സ് ഗൈസ്. ആൻഡ് നൗ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. ഐ ഹാവ് ടു ഹാവ് ദാറ്റ് മാൻ. ഞാൻ ഈ ഒരു വീഡിയോ എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് നോ ഫ്രീക്കിംഗ് ഐഡിയ. കുറേ ആൾക്കാർ ഈ ഒരു ചാലഞ്ച് ചെയ്ത് കണ്ട്, സോ ഐ വോണ്ട് ടു ട്രൈ ഇറ്റ് മൈ സെൽഫ്. പിന്നെ ചങ്ങായിൻ്റെ വീഡിയോയിൽ ഹാലുസിനേറ്റ് ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞപ്പം എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ബട്ട് ഐ വോണ്ടഡ് ടു സീ ഇഫ് ദാറ്റ് വാസ് ട്രൂ. ഐ എം ഡൺ വിത്ത് ദിസ് ചലഞ്ച്. ഐ എം ഗോണ സ്ലീപ്പ് നൗ. ഗുഡ് നൈറ്റ് ഗൈസ്. ഞാനിപ്പോൾ അമേരിക്കൻ ടൈമാണ് ഫോളോ ചെയ്യൽ.